ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ സർക്കാരിന് കുരുക്ക് മുറുകുന്നു. CPM-നും ദേവസ്വം ബോർഡ് മുൻ അംഗങ്ങളായ N. വിജയകുമാറിലേക്കും KP ശങ്കരദാസിലേക്കും അന്വേഷണം നീളുന്നത് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ CPM-ന് തലവേദനയാവുകയാണ്. A. പത്മകുമാറിന് ജാമ്യം നിഷേധിച്ചതും വലിയ തിരിച്ചടിയായി. അതേസമയം മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും വീണ്ടും SITക്ക് മുന്നിൽ എത്തിയേക്കും. വിവരങ്ങളുമായി ശാലിനി ഒപ്പം ചേരുന്നു. ശാലിനി, നോക്കൂ, തെരഞ്ഞെടുപ്പ് കാലമാണ്. പല വിധത്തിൽ എങ്ങനെയും വേണ്ടപ്പെട്ടവരെ സുരക്ഷിതരാക്കാനുള്ള ശ്രമം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകും. പക്ഷേ ഹൈക്കോടതിയുടെ മേൽനോട്ടമുണ്ട് എന്നത് SITയെ വഴിതിരിച്ചുവിടാൻ സാധിക്കില്ല. മറുവശത്ത് ED കൂടി വന്ന സ്ഥിതിക്ക് CPM വല്ലാത്ത പ്രതിസന്ധിയിലാണ്. ഗുഡ് മോർണിംഗ്, നമസ്തേ കൃഷ്ണരാജ്. സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്, ഒരു ഭാഗത്ത് ED നിൽക്കുന്നു, മറുഭാഗത്ത് വടിയെടുത്തുകൊണ്ട് ഹൈക്കോടതി നിലനിൽക്കുന്നു. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഒന്നും പറ്റാത്ത സാഹചര്യത്തിലേക്ക് SIT കടന്നിരിക്കുന്നത്. അന്വേഷണം നേരെ തന്നെ പോകേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത്. അത് മാത്രമല്ല, കേന്ദ്ര അനുമതി അടക്കം EDക്ക് എത്താനുള്ള എല്ലാ സൂചനകളും നൽകിക്കഴിഞ്ഞു. ആ സാഹചര്യത്തിൽ ഇനിയും അന്വേഷണം ശരിയായ രീതിയിൽ പോയില്ല എങ്കിൽ വലിയ രീതിയിലുള്ള തിരിച്ചടി SITക്ക് ഉണ്ടാകുമെന്നുള്ള വിലയിരുത്തൽ അവർക്കുമുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പ് അടുത്ത് വരികയാണ്. പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ശബരിമല വിഷയവും സ്വർണ്ണക്കവർച്ചയും ഒക്കെ വലിയ രീതിയിൽ തിരിച്ചടി ആയിട്ടുണ്ട് എന്ന് CPM കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നുണ്ട്. അതിനിടയിലാണ് ഇത്തരത്തിൽ വീണ്ടും ഈ അന്വേഷണം ചില ഉന്നത CPM നേതാക്കളിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അവിടെയാണ് പതിവ് ക്യാപ്സ്യൂളുകൾ ഇറക്കി സംരക്ഷണ കവചമൊരുക്കാനും അന്വേഷണം വഴിതിരിച്ചു വിടാനും ഒക്കെ ഒരു ഘട്ടത്തിൽ ശ്രമം നടന്നത്. പക്ഷെ അതൊന്നും ഇനി ഏൽക്കില്ല എന്നുള്ളതാണ് നമുക്ക് നിലവിലെ ഈ അന്വേഷണ ഗതിയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രധാനമായും ശബരിമല സ്വർണ്ണക്കവർച്ച കേസുമായി ബന്ധപ്പെട്ട് നിലവിൽ റിമാൻഡിൽ കഴിയുന്ന N. വിജയകുമാർ, ദേവസ്വം ബോർഡ് മുൻ അംഗം, ഒപ്പം തന്നെ നിലവിൽ മുൻകൂർ ജാമ്യാപേക്ഷയടക്കം നൽകി ആരോഗ്യ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് SITക്ക് മുൻപിൽ ഹാജരാകാതിരിക്കുന്ന KP ശങ്കരദാസ്, ഈ രണ്ടു പേരിലേക്കും അന്വേഷണം എത്തുകയാണ്. തുടക്കം മുതൽ തന്നെ കേട്ട രണ്ട് പേരുകളാണ്. ശബരിമല സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട് ഇരുവർക്കും പങ്കുണ്ട്. ഇവർ ഇരുന്ന കാലയളവിലാണ് ഈ സ്വർണ്ണക്കവർച്ച നടന്നത്. ഇവരുടെ അറിവോ സമ്മതമോ ഇല്ലാതെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈകളിലേക്ക് ഈ സ്വർണം എത്തില്ല എന്നുള്ളത് ഒരു പ്രാഥമിക നിഗമനമായിരുന്നു. പക്ഷെ അതിലേക്ക് എത്താനുള്ള തെളിവുകൾ പല ഘട്ടങ്ങളിലും SITക്ക് ലഭ്യമായിരുന്നില്ല. പക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ചോദ്യം ചെയ്യലിൽ, പ്രത്യേകിച്ച് N. വിജയകുമാറിനെ ചോദ്യം ചെയ്തതുമായി ബന്ധപ്പെട്ട് നിർണായകമായിട്ടുള്ള ചില വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്. അതായത് ശബരിമല സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട് ഈ അന്വേഷണ സംഘം ചോദ്യം ചെയ്തപ്പോൾ പ്രധാനമായും ഈ പ്രധാനപ്പെട്ട തെളിവുകൾ, ആ തെളിവുകളിൽ ഒപ്പിടുന്ന സമയത്ത് ഈ സ്വർണം കൈമാറാനുള്ള യോഗങ്ങളിലടക്കം ഈ ഇരുവരും പങ്കെടുത്തു എന്ന് തെളിയിക്കുന്ന രേഖകൾ പുറത്തു വന്നിട്ടുണ്ട്. കൂടാതെ തന്നെ ഇരുവരും ഗൂഢാലോചന നടത്തിയിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ തെളിയുകയാണ്. അതേസമയം തന്നെ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ളവർക്ക് എതിരെയും ചില തെളിവുകളും സൂചനകളും ലഭ്യമായൊരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. ഈ ഘട്ടത്തിലാണ് ആദ്യഘട്ട ചോദ്യം ചെയ്യൽ കഴിഞ്ഞ ദിവസം പൂർത്തിയായിരുന്നു. ഇനിയിപ്പോൾ രണ്ടാം ഘട്ട ചോദ്യം ചെയ്യലിനായി കടകംപള്ളി സുരേന്ദ്രനെ വിളിപ്പിക്കാനുള്ള സാധ്യതകളൊക്കെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഒരു പക്ഷേ ഇനി കടകംപള്ളി സുരേന്ദ്രൻ SITക്ക് മുൻപാകെ ചെല്ലുമ്പോൾ അത് വെറും കൈയോടെ തിരിച്ചു പോകുമെന്ന് നമുക്ക് ഉറപ്പില്ല. കാരണം അത്രയധികം തെളിവുകൾ, കുരുക്കുകൾ കടകംപള്ളി സുരേന്ദ്രനെതിരെ മുറുകുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് CPM കേന്ദ്രങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടൊക്കെയാണ് കടകംപള്ളി അടക്കമുള്ള മത്സരത്തിന് ഇറങ്ങുന്ന സ്ഥിരം സ്ഥാനാർത്ഥികളെ അവിടെ നിന്ന് മാറ്റി പരീക്ഷണം നടത്താനുള്ള ചർച്ചകളിലേക്ക് CPM കടക്കുകയും ചെയ്തിട്ടുള്ളത്. കഴക്കൂട്ടം അടക്കമുള്ള മണ്ഡലങ്ങളിലേക്ക് മറ്റു നേതാക്കന്മാരെ പരിഗണിക്കുന്നതും അതിന്റെ ഒരു സൂചന എന്നോണമാണ്. എന്തായാലും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പ്രതിരോധമാണ് ഒരു ഭാഗത്ത് അവർ ഒരുക്കുന്നത്. പക്ഷേ ആ പ്രതിരോധവും ക്യാപ്സ്യൂളുകളും ഒന്നും ഫലം കാണുന്നില്ല എന്നുള്ളതാണ് നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഹൈക്കോടതി ഒരു വശത്ത്, മറുവശത്ത് CPM-ന്റെ ഇടപെടൽ. അങ്ങനെ SIT സംഘം സമ്മർദ്ദത്തിലാണോ എന്നൊരു ചോദ്യമുണ്ടല്ലോ. തീർച്ചയായും കൃഷ്ണരാജ്, SIT സംഘം സമ്മർദ്ദത്തിലാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം തുടക്കത്തിൽ എടുത്ത ഊർജം അത് പിന്നീട് ചോർന്നുപോയൊരു സാഹചര്യം SITയുടെ ഭാഗത്തു നിന്ന് നമ്മൾ കണ്ടതാണ്. അതിനുശേഷം പിന്നീട് വീണ്ടും സടകുടഞ്ഞെണ്ണീറ്റ് SIT അന്വേഷണം നടത്തി. പക്ഷേ പിന്നീട് എവിടേക്കോ മെല്ലെപ്പോക്ക് തുടരുകയാണ്.